നമസ്കാരം. പക്ഷേ ഓണമാണ്. അപ്പോൾ ടൂറിസത്തിനൊക്കെ വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ടൂറിസത്തിന് പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് കേരളത്തിലല്ല, കടൽ കടന്നങ്ങ് ബാങ്കോങ്ങിലാണ്. അവിടെ പാറ്റ ഗോൾഡ് അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡൊക്കെ. പാറ്റ ഗോൾഡ് അവാർഡ്. പാറ്റ ഗോൾഡ് അവാർഡ്. പാറ്റ കേൾക്കുമ്പോൾ ഒരു പാറ്റ ഗുളിക എന്ന് പറയുന്ന ഫീലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വലിയ സംഭവമാണെന്നാണ് നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. അദ്ദേഹത്തിന്റെ FB പേജ് എടുത്തു കഴിഞ്ഞാൽ നിരവധി റീൽസും ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. റീൽസ് മന്ത്രി എന്നാണ് അദ്ദേഹം അതെ അതെ, അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് റീൽസ് മന്ത്രിയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഒരു 2-3 വർഷം മുമ്പ് തത്വമ ഇതുപോലെ ഒരു വാർത്ത ചെയ്തിരുന്നു. അന്ന് പാരീസിലായിരുന്നു അല്ലെ? അതെ, രാജേഷ് ആര്യത എന്ന വാർത്ത ചെയ്തത്. അപ്പോൾ പാരീസിൽ ഇത്തരത്തിൽ നമുക്കൊരു ടൂറിസം, അവിടുത്തെ ഒരു അന്താരാഷ്ട്ര മേളയിൽ കേരളത്തിന് ഒരു സ്റ്റോൾ കിട്ടുന്നു. അപ്പൊ ഇവിടുന്ന് കുറെ കലാകാരന്മാരുമായിട്ട് പോകുന്നു. ഇവിടുന്ന് കലാകാരന്മാരൊന്നും അധികം പോയില്ല. അവിടെ ഒരു സ്റ്റാള് പണിത് വെച്ചു, അതിനുള്ള സ്പേസ് കൊടുത്തു. അവിടെ ഒരു കഥകളിയുടെ രൂപം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സംഭവം ആദ്യത്തെ 1-2 ദിവസം മാത്രം 1-2 സ്റ്റോൾ പ്രവർത്തിച്ചു. ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് പേപ്പറും കാര്യങ്ങളും ബ്രോഷറും മറ്റുമൊക്കെ വെച്ചു. ബാക്കി ദിവസങ്ങൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ധർമ്മപത്നി കൂട്ടത്തിലുള്ളവരെല്ലാം ചെന്നിട്ട് അവിടുത്തെ അറിയാമല്ലോ, അവിടുത്തെ ടൂറിസം പ്ലേസുകൾ ഈഫൽ ഗോപുരവും മറ്റും, അവിടെ ടൂറാണ് ശരിക്കും നടത്തിയത്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ആ സമയത്ത് അവിടെ, ഇപ്പോഴും ആ വ്യക്തി അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളത് അന്ന് വളരെ വിശദമായിട്ട് തന്നെ ചെയ്തു. വീഡിയോ വിട്ടിരുന്നു. അതായത് പൊതു ഖജനാവിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് ടൂർ നടത്താൻ വേണ്ടി ഒരു ഫണ്ട് ഇതിന്റെ ചെലവിൽ അവർ ശരിക്കും മുതലാക്കുകയാണ്, ഫാമിലി ടൂറാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ പാരീസിൽ നിന്ന് പാറ്റ ടൂറിസം അവാർഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇവിടെയുള്ള മലയാളികളെല്ലാം. നമ്മളിന്ന് പാറ്റയോ? ശരിക്കും മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുമായിരുന്നു ഇങ്ങനെയുള്ള അവാർഡുകൾ ഉണ്ടായിരുന്നു എന്ന്? അത് അത്ഭുതമാണ്. ആ മനുഷ്യനെ സമ്മതിക്കണം. ഇപ്പോൾ ഈ പാലങ്ങൾ തകർന്നു വീഴുന്നതുകൊണ്ട് അത്തരം റോഡിലൂടെ നടന്നുള്ള റീൽസിന് ഇപ്പം വലിയ സ്കോപ്പില്ല. അല്ല, ഈ ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലൂടെ ഇപ്പോൾ ഈ ഓണ സമയത്ത് കേരളത്തിൽ അദ്ദേഹം കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരു യാത്ര നടത്താൻ അദ്ദേഹം തീരുമാനിച്ചാൽ ഒരുപക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അവാർഡ് കൊടുക്കും. ചിലപ്പോൾ പാറ്റ ഗുളിക വേറെ അവാർഡാണ് കൊടുക്കുന്നത്. ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ബീഹാറിൽ ഇതുപോലെ, അത് പഴയ പാലമാണ്, നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളല്ല, തകർന്നു വീണതിൻ്റെയൊക്കെ പേരിൽ ഇവിടെ നടത്തിയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യം തന്നെ. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് പണിയുമ്പോൾ പോലും ചിലപ്പം 100 പേര് പണിയുമ്പോൾ ഒരെണ്ണം തകർന്നു. ഇതിനെ ഒന്ന് രസകരമായി ആലോചിച്ചാൽ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഈ കല്യാണ സമയത്തും മറ്റുമൊക്കെ ഈ വെഡ്ഡിങ് ആൽബം ചിത്രീകരണത്തിന് വേണ്ടി ഈ വധൂവരന്മാർ അവരുടെ ഗൃഹത്തിലല്ല പോകുന്നത്. അവർ ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്ത് കാണാൻ കൊള്ളാവുന്നുള്ളൊരു സ്ഥലത്ത് പോയി അവിടെയാണ് അത് ചിത്രീകരിക്കുന്നത്. കാര്യം എന്താ? അത് മനോഹരമാക്കാൻ വേണ്ടി. അപ്പം സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം വകുപ്പിൽ അതിനുള്ള ഇടമില്ല. അതായത് ടൂറിസം വകുപ്പ് കൈയാളുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് സ്വന്തം സംസ്ഥാനത്തിൽ ഇത്തരം ഒരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല, റീൽസും ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ അദ്ദേഹം പോകുന്നത് ഇതിനു വേണ്ടി വിമാനയാത്ര നടത്തി പുറത്തു പോവുകയാണ്. അവിടെ നിന്നാണ് ഇത് മനോഹരമായി ചിത്രീകരിച്ച്. കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം, കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന്റെ ഉള്ളതാണെങ്കിൽ ഗഡ്കരിയുടെയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ റോഡിൽ നടന്നുള്ള റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ, നാട്ടുകാർ തെറി വിളിക്കുമെന്നുള്ളതുകൊണ്ട് ഇപ്പോ ബാങ്കോക്കിൽ പോയിട്ട് റീൽസിന് കുറവൊന്നുമില്ല. അവിടെ ആദ്യം ഇറങ്ങുന്ന സമയത്ത് മാത്രം അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ഇപ്പോഴും കൂടെ ഉണ്ട്. അല്ല രാജേഷ്, എന്റെ ഒരു കാര്യം, നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മൾ ഇത് തള്ളുന്നതാണ്. ഇത് തെളിവ് വേണം. അപ്പൊ എന്തായാലും അദ്ദേഹം വളരെ സ്റ്റൈലിഷ് ആയിട്ട് പങ്കെടുത്ത റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ട്. അതൊന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ബാക്കി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയാം.
ഇവിടുത്തെ ഇപ്പം ഈ റോഡിലൂടെയുള്ള റീൽസ് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ തെറി വിളിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം മുടക്കി ഇപ്പോൾ പാറ്റ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. പാറ്റ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുന്നു. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട്, കൂടെ ആളുകളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പാറ്റ അവാർഡ് വാങ്ങാൻ ഇവിടെ വന്നിട്ട് സ്വാഭാവികമായിട്ടും തള്ളിമറിക്കും. ടൂറിസം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 2 വർഷത്തിന് മുമ്പ് പാരീസിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്റ്റാളും ഒക്കെ ഇട്ട് ഈ അഭ്യാസം കാണിച്ചിട്ട് നമ്മുടെ അറിവിൽ ഈ ടൂറിസത്തിന് ഈ വിദേശികൾ കൂടുതൽ ഇവിടെ വന്നിട്ട് വലിയ ഈ പറയുന്ന പോലെ ബൂമോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ എല്ലാം കണക്കിലെ കളികളിലാണ് ഈ ഉടായ്പ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകസഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ വ്യക്തി കുറേ കാലം ആസൂത്രണ കമ്മീഷനകത്ത് അദ്ദേഹത്തിന് മെമ്പറായിരുന്ന കാര്യം അറിയാലോ. പിന്നീട് അദ്ദേഹം 1 രൂപ പോലും വാങ്ങാതാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം അവിടുന്ന് മനമെടുത്ത് അതിൽ നിന്ന് മാറി എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരു ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടുത്തെ ഈ ആഭ്യന്തര ടൂറിസം അല്ലെങ്കിൽ മറ്റു ടൂറിസം അതിൽ തന്നെ ആഭ്യന്തര ടൂറിസത്തിൻ്റെ കണക്കുകൾ കള്ളക്കണക്കുകളാണ് ഇവർ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇപ്പം നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു സുഹൃത്ത് മറ്റൊരു ജില്ലക്കാരനാണ്, നമ്മളെ കല്യാണത്തിന് വിളിക്കുന്നു. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ മറ്റൊരു സംസ്ഥാനത്തിലുള്ള അല്ല നമ്മുടെ കേരളത്തിനകത്ത് തന്നെ നമ്മളിപ്പം തിരുവനന്തപുരത്താണ് നിൽക്കുന്നെങ്കിൽ ആലപ്പുഴ എറണാകുളത്തോ നമ്മളെ വിളിക്കും. നമ്മൾ തലേ ദിവസം അവിടെ ചെല്ലുന്നു. അപ്പം നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ റൂം അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ നമ്മൾ അവിടെ താമസിച്ചാൽ നമ്മൾ ആഭ്യന്തര ടൂറിസ്റ്റിൻ്റെ ഗണത്തിലാണ്. ഇനി അതേപോലെ ഒരു ഹോസ്പിറ്റൽ അതിനടുത്ത് ഇതുപോലെ തന്നെ ഹോട്ടലുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം ഏത് ഹോസ്പിറ്റലാണെങ്കിൽ രാത്രി ഒരാൾക്ക് മാത്രമേ അവിടെ കൂട്ടിരിപ്പുകാർക്ക് പറ്റത്തുള്ളൂ, അതായത് ബൈസ്റ്റാൻഡർ അടുത്തേക്ക്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചിലപ്പോൾ അവരടുത്ത് ഒരു മുറിയെടുത്ത് താമസിച്ചാൽ അവരും ആഭ്യന്തര ടൂറിസ്റ്റിന്റെ കണക്കിലാണ് സർക്കാരിന്റെ കണക്കിൽ വരുന്നത്. ഇതെല്ലാം കൂടെ കാണിച്ചിട്ടാണ് ഇവിടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഇത്ര വന്നു എന്ന് പറയുന്നത്. ഇത് ആരോടാണ് മത്സരിക്കുന്നത് എന്ന് ഓർക്കണം, കാശ്മീരിനോടാണ് മത്സരിക്കുന്നത്. കാശ്മീരിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയി. ഇപ്പൊ ഈ ഭീകരാക്രമണത്തിന് മുന്നേ വരെയുള്ള കാര്യമാണ്, പുതിയത് വരാൻ ഇരിക്കുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയ സ്ഥലം കാശ്മീരാണ്. ഇനി ഒരു സീസൺ ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കുംഭമേള. അല്ല, അതിനെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട് കാര്യം രാജേഷേ, ഇപ്പൊ ഈ പറയുന്നത് പോലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ടൂറിസം മന്ത്രി ഇത്ര കഷ്ടപ്പെട്ട് വിദേശ യാത്രകളൊക്കെ നടത്തുന്നെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ഈ കുംഭമേളയിൽ ലഭിച്ചത്. കാര്യം കുംഭമേള നമുക്കറിയാം എത്ര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നടത്തിയെന്നുള്ളത്. അതിന്റെ മുന്നൊരുക്കങ്ങൾ പോലും വലിയ കയ്യടി ലോകത്തിന് മുന്നിൽ ശ്രദ്ധ ആകർഷിച്ചാണ്. കാര്യം ഇത്രയും അധികം ജനങ്ങൾ അവിടെ വന്ന് ചേർന്നിട്ടും ഒരു പ്രശ്നവുമില്ലാതെ 50 കോടി ജനങ്ങൾ അവിടെ വന്നിട്ട് പോലും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവർക്കും ആ പുണ്യസ്നാനത്തിനുള്ള അവസരം ലഭിക്കുന്നു. മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നു. അപ്പോൾ ഇതിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തന്നെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി നമ്മൾ അന്നും ഇതൊരു വാർത്ത ചെയ്തതാണ്. അവിടെ നിന്നും ഒരു ടീം കേരളത്തിലെത്തി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പുമായിട്ടും ഒക്കെ അവർ വലിയ ചർച്ച നടത്തിയിരുന്നു. കാര്യം ക്ഷണിക്കാൻ ഔദ്യോഗിക ക്ഷണത്തിനായിട്ടാണ് അവർ വന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് കേരളത്തിന്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ തക്കവണ്ണം അവിടെ സ്റ്റാൾ സ്പേസ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് കൃത്യമായി വിനിയോഗിക്കാം. ശരിക്കും ഇക്കുറി കേരളത്തിൽ നിന്ന് വലിയൊരു കുത്തൊഴുക്കാണ് ഇതിനുണ്ടായിരുന്നത്, മഹാകുംഭമേളയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞതാണ്, ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആദ്യം കണ്ടത് കശ്മീരിനെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പൊ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. കശ്മീരിന്റെ വലിയ കട്ടൗട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ എന്റെ സംസ്ഥാനത്തിന്റെ ഒരു കഥകളി രൂപം അവിടെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ അവിടെ മഷിയിട്ട് നോക്കിയിട്ടും അങ്ങനെ ഒരു കാര്യമില്ല. അവസാനം അവിടെ അന്വേഷിച്ചപ്പോൾ കേരളത്തിന് അവിടെ സ്റ്റാൾ ഉണ്ടായിരുന്നില്ല, പോയില്ല. അത് രാഷ്ട്രീയ കാരണം കൊണ്ടും ഇവിടെ വോട്ട് ബാങ്കായിട്ട് ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. 1 രൂപ ചെലവില്ലാതെ, അതായത് സ്റ്റാളും മറ്റും ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉത്തർപ്രദേശ് സർക്കാർ ചെയ്തു കൊടുക്കുമായിരുന്നു. ബാക്കി സ്റ്റാഫുകളുടെ കാര്യം മാത്രം അവർ നോക്കിയാൽ മതി. അവിടെ ഈ 50 കോടിയോളം വരുന്നു എന്ന് ഇപ്പം പെരുപ്പിച്ച കണക്കാണ് എന്ന് തന്നെ വെച്ചേക്കാം, അത് വിട്ടേക്കാം. പക്ഷേ 100 കണക്കിന് യൂട്യൂബേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്ന് കവർ ചെയ്ത സ്ഥലമാണ്. അവിടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല എന്ന് വരുമ്പോൾ അവിടെ പോവാതെയാണ് ഈ മനുഷ്യൻ, ഈ ടൂറിസം മന്ത്രിയായിരിക്കുന്ന വ്യക്തി സർക്കാരിൻ്റെ പണം, എൻ്റെയും താങ്കളുടെയൊക്കെ പണം എടുത്തുകൊണ്ട് പാരീസിൽ പോയി പ്രഹസനം നടത്തുന്നു, ബാങ്കോക്കിൽ പോയി പ്രഹസനം നടത്തുന്നു. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അതിൻ്റെ റീൽസ് എടുത്തിട്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഭാരതത്തിലേക്ക് വിനോദസഞ്ചാരികൾ ഒരു ടോട്ടൽ ഒഴുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വലിയ ശതമാനം കേരളത്തിലേക്കായിരുന്നു. കേരളത്തിന്റെ ഒരു പൗരാണികതയും ചരിത്ര പ്രാധാന്യവും ഇതൊക്കെ തിരിച്ചറിഞ്ഞു വരുന്ന, ഇവിടുത്തെ ആയുർവേദം, അത്തരം ഒരുപാട് കാര്യങ്ങൾ കണ്ടറിഞ്ഞു വരുന്ന വിദേശീയർ.
പക്ഷേ ഇപ്പോൾ ഒരു 10 വർഷത്തിനിപ്പുറം അതിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനും രാജേഷും ഒക്കെ താമസിക്കുന്നത് കോവളത്തിനടുത്താണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം എൻ്റെയൊക്കെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് പേർ അവിടെ ഹോം സ്റ്റേ നടത്തുന്നവരുണ്ട്. അവർ ഈ സീസൺ സമയത്ത് കൃത്യമായി അവിടുത്തെ വീടുകൾ വാടകയ്ക്ക് എടുക്കുകയും അവരുടെ ഒരു വലിയ ബിസിനസ് ആയിരുന്നു. പക്ഷേ അവരൊക്കെ സങ്കടപൂർവ്വം പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ഒരു 7-8 വർഷം പലരും ആ മേഖല വിട്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്നവർ തന്നെ അതിൽ വലിയ കഷ്ടപ്പാട് അനുഭവിച്ചാണ് നിൽക്കുന്നത്. കാര്യം അവർക്ക് ഒരു ബഡ്ജറ്റ്, വലിയ ബഡ്ജറ്റിലാണല്ലോ ഇവരിതൊക്കെ എടുക്കുന്നത്. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് വരുമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ തുലവുമില്ല. കോവളത്തെ സഞ്ചാരികളുടെ ഒഴുക്ക് പാടെ നിന്നിരിക്കുന്നു, പഴയ നിലച്ചിരിക്കുന്നു. ഇവിടേക്ക് വരുന്നവര് നേരെ ഗോവയിലേക്ക് പോവുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ മദ്യനയത്തിന്റെ ഈ ടൂറിസം ഇതുപോലുള്ള സ്പോട്ടുകളിലെങ്കിലും ഇപ്പോഴും അറിയാമല്ലോ, കോവളത്തിനടുത്തായതുകൊണ്ട് അവിടുത്തെ ഏത് വലിയ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാരാണെങ്കിലും 6 ബിയറിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഫോറിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇല്ലാതെ പറ്റില്ല. ഇതും വേണം, ഹോട്ടും വേണം. പക്ഷെ അവിടെ വലിയ നിയന്ത്രണങ്ങളും മറ്റുമാണ്. അപ്പം ഗോവയിൽ ഇതില്ല. ഗോവയിൽ ഈ പ്രശ്നമില്ല. അത് സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ സൗകര്യം അവർക്ക് കിട്ടുന്നിടത്തോട്ട് അവർ പോകും. ഇനി ഇവിടെ വേറൊരു ഇത് പറഞ്ഞു വന്നപ്പോൾ കോവളം വന്നുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ വേറൊരു തട്ടിപ്പ് കണക്ക് ഈ അടുത്ത കാലത്ത് ധനമന്ത്രിയാണ് KN ബാലഗോപാലാണ് വലിയ കാര്യത്തിൽ പറഞ്ഞ് അങ്ങ് ബ്രിട്ടനിലുള്ളവർ വരെ പല്ല് ചികിത്സിക്കാൻ വേണ്ടി കേരളത്തിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ തട്ടിപ്പൂടായി പറയാമോ? ഞാൻ കോവളത്ത് ഏതാണ്ട് 2000 മുതൽ 2021 വരെ നിന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ കമ്മീഷനും കിട്ടിയിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ആവട്ടെ, അല്ലെങ്കിൽ US ആവട്ടെ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ, പല്ലിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഫീസ് തന്നെ വലിയ തുകയാണ്. 3000-4000 രൂപയ്ക്കാണ് അവിടെ നമ്മുടെ ഇവിടെ കൊടുക്കേണ്ടത്. അവിടുത്തെ ചികിത്സയും വലിയ തുകയാണ്. പക്ഷേ ഇത്തരക്കാർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നു. ഇവിടെ 10,000-ഓ 20,000 രൂപയ്ക്ക് തീരുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ആയിരിക്കും ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് 50,000-ൻ്റെയോ 1,00,000-ൻ്റെയോ 2,00,000-ൻ്റെയോ ബില്ലടിച്ചു കൊടുക്കുന്നു. ഇതിൽ പകുതി മാത്രം ഈ ആശുപത്രിക്ക് കൊടുത്താൽ മതി. അതിൽ 10%-ഓ 20%-ഓ ഈ കൊണ്ട് പോകുന്ന ഗൈഡിന് കിട്ടും. ഇനി ആണ് ഇതിനകത്ത് തട്ടിപ്പ്. ഈ വിദേശി അവൻ്റെ നാട്ടിൽ ചെന്നിട്ട് ഈ ബില്ല് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ കാശ് മുഴുവൻ കിട്ടും. ഫലത്തിൽ അവൻ 1,00,000 മടക്കിയിട്ട് അവൻ അവിടെ ചെന്നിട്ട് 2,00,000 വാങ്ങിയാണ്. 1,00,000 അവന് ലാഭം, ഇവിടെ ലാഭം, ഗൈഡിന് വരെ ലാഭം. ഈ കണക്കെടുത്തിട്ടാണ് ഇവിടെ പല്ലിനെ ചികിത്സിക്കാൻ വരെ ബ്രിട്ടനിൽ നിന്നും അമേരിക്കയ്ക്കും വരുന്നു. അത്ര മികവാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ഒരു മാസം എന്തോ ആയുള്ളൂ ധനമന്ത്രി പറഞ്ഞ സംഭവം. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. അപ്പോൾ അത് ഇവിടുത്തെ ചികിത്സയുടെ മികവാണോ എന്ന് ചോദിച്ചാൽ ചികിത്സയുടെ മികവല്ല. ഇതിനകത്ത് ഇവരെല്ലാവരും കൂടെ ചേർന്ന്, സർക്കാരും കൂടെ ചേർന്ന്, സർക്കാരിന് നഷ്ടമൊന്നുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ലാഭമാണ്. കാര്യം ഈ കാശിൻ്റെ നികുതി സർക്കാരിന് കിട്ടുന്നുണ്ട്, അത് മറ്റൊരു രാജ്യക്കാരനെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഇതിനെ നിരോധിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇതുപോലും ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ആഭ്യന്തര ടൂറിസത്തിൻ്റെ കണക്കാണെങ്കിൽ ഇത് ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ കണക്കിലാണ് കയറി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു ടൂറിസം പ്ലേസ്, അതിപ്പം വർക്കല ആവട്ടെ, തേക്കടി ആവട്ടെ, കോവളമാവട്ടെ, അതിനടുത്ത് ഒരു ജനറൽ മെഡിസിൻ്റെ ഒരു 1-2 ഹോസ്പിറ്റലായിരിക്കും കാണുന്നത്. പല്ലിൻ്റെ ഹോസ്പിറ്റലിൽ മിനിമം 5 കാണും. ചോദിക്കൂ. അപ്പം മനസ്സിലാവും എന്താണ് ഇതിൻ്റെ പിന്നിലെ കളി എന്ന് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ കണക്കും ടൂറിസത്തിൻ്റെ പേരിലാണ് ചേർത്ത് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിച്ചു നോക്കണം. ആഭ്യന്തര ടൂറിസത്തിന്റെ കണക്ക് ഞാൻ കാശ്മീർ പറയുന്നത് സത്യം. ആഭ്യന്തര ടൂറിസം എന്തൊക്കെ തന്നെ ആയാലും ഇപ്പോ ടൂറിസം മന്ത്രി നിസാരനല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പാറ്റ അവാർഡ് നേടിയിരിക്കുന്നു. അദ്ദേഹം കുടുംബസമേതം തന്നെയാണ് ഇക്കുറിയും പോയിരിക്കുന്നതിൻ്റെ ഉള്ള തെളിവും അദ്ദേഹം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇക്കുറി വീഡിയോസ് ഒന്നുമില്ല, ഒരു ചിത്രം മാത്രമേ, അല്ല ഭാര്യയായിട്ടുള്ള ഒരു ചിത്രം മാത്രമേ ഉള്ളൂ, വീഡിയോസ് ഇല്ല. പക്ഷെ അദ്ദേഹം സ്ലോ മോഷനിലും മറ്റും അവാർഡ് വാങ്ങുന്നതും പാറ്റ അവാർഡ് വാങ്ങുന്നതും മറ്റുമായിട്ടുള്ള വീഡിയോസും BGM ഇട്ടുള്ള സംഗതിയുണ്ട്. പക്ഷെ അത് പണി ഇനിയാണ് മറ്റേ CPM-ന്റെ സൈബർ പോരാളികൾ ഇനിയാണ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഇലക്ഷൻ വരുമ്പോഴും പാറ്റ അവാർഡ് മന്ത്രിക്കായിരുന്നു, മറ്റേ പാരീസൽ അവാർഡ് മന്ത്രിക്കായിരുന്നു എന്നൊക്കെ പറയും. കണക്ക് പറയുമ്പോഴും ശരിയാണ്. കണക്ക് വെച്ച് നോക്കുമ്പോൾ ആഭ്യന്തര ടൂറിസം ഏറ്റവും കൂടുതൽ വന്നത് കേരളത്തിൽ, ഇന്റർനാഷണൽ ടൂറിസം വന്നതും കേരളത്തിൽ. ഇന്റർനാഷണൽ ടൂറിസം വന്നതിൻ്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല്ലിന് ചികിത്സ ചെയ്യാൻ വേണ്ടി വരുന്ന അവർക്കും കൂടെ നേട്ടം കിട്ടുന്ന ഒരു പണിയാണ് ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതും ഈ എണ്ണത്തിൽ വരികയാണ്. അല്ല, ഇനിയും ഇപ്പം ഒരു 7-8 മാസം മുന്നിലുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരു ചിലന്തി അവാർഡും ഒരു പഴുതാര അവാർഡിനും ഒക്കെ ഉള്ള സ്കോപ്പ് ഇനിയും തീർച്ചയായും അവശേഷിക്കുന്നു. അദ്ദേഹം നേടട്ടെ. അടുത്ത ഇപ്പൊ ബാങ്കൊക്കെ വരിക, ഇനിയിപ്പോ അടുത്തത് ഇനി ലണ്ടനിൽ പോയി വാങ്ങട്ടെ, അടുത്ത വേറൊരു സ്ഥലത്ത് പോയിട്ട് വാങ്ങട്ടെ. പക്ഷെ നമുക്കിവിടെ ആളെ കാണിച്ചാൽ മതി.
ആളെ കാണുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. കണക്കിൽ ആളുണ്ടായാൽ മതി. ഇപ്പൊ അടുത്ത 2-3 ദിവസം അപ്പുറം ഞാൻ എറണാകുളത്ത് ഇങ്ങനെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ എനിക്ക് താമസിക്കേണ്ടി വരുമായിരിക്കും. ഞാനും ആഭ്യന്തര ടൂർസ് ആണ്, മലയാളിയായിട്ടുള്ള ഞാനും ആഭ്യന്തര അത് സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ കൃത്യമായി വരികയും ചെയ്യും. അതെ. കാശ്മീരിന്റെ കണക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ബാക്കിയുള്ള സംസ്ഥാനത്ത് നിന്ന് അവിടെ ചെല്ലുന്നവരാണ് അവിടെ ആഭ്യന്തര ടൂറിസ്റ്റ്. ഇത് നമ്മൾ കേരളത്തിലുള്ള നമ്മൾ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലോട്ട് പോയാൽ അതും ആഭ്യന്തര ടൂറിസ്റ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ കണക്കിലെ കളി. കണക്ക് കള്ളം പറയില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. നമസ്തേ.